നമസ്കാരം ശ്രീനിവാസ് ഭായ് സാർ. നമ്മൾ കഴിഞ്ഞ ചർച്ചയിലെ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം നമുക്ക്. ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മളിപ്പോ നോർത്തേൺ സ്റ്റേറ്റ്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വീട്ടിലെത്തി അനുഗ്രഹിക്കുന്നതും ഡാൻസ് കളിക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അതിന് പൊതുവെ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അനുഗ്രഹം നല്ലതായിട്ടാണ് കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ അർദ്ധനാരീശ്വര സങ്കല്പമാണ് അവർ വരുന്നത്. പുരുഷനും അല്ല സ്ത്രീയും അല്ല എന്നുള്ള രീതിയിൽ വരികയാണ്. ഈശ്വരനും ആ ഒരു രീതിയാണ്. ഈശ്വരന്റെ പവർ എന്ന് പറയുന്നത് പുരുഷനും അല്ല സ്ത്രീയും അല്ല എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്പിരിച്വൽ പവർ അവർക്കുണ്ട്. അവരനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർ ഡാൻസ് ആദ്യമായിട്ട് ഇത് ചെയ്യുമ്പോൾ, കുട്ടികൾ ജനിക്കുമ്പോൾ എല്ലാം അവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ ഒരു നല്ല ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അതിലും വലിയൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കണി വിശ്വസിക്കുന്നുണ്ട് അല്ലേ. നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ കണി ശകുനം കണിയല്ല ശകുനം എന്ന് പറയാം. ആ സമയത്ത് ഇവരെ നിർത്തുന്ന ആൾക്കാരുണ്ട്. ശകുനം കണ്ടാൽ വളരെ നല്ലതാണെന്ന്. എന്തുകൊണ്ട് അവർ നിർത്തുന്ന അവരുടെ മുൻ അനുഭവങ്ങൾ അതായത് കൊണ്ടല്ലേ. നമുക്ക് പറയാം ആ ശകുനം തോന്നുന്നത് ഇവരുടെ മനസ്സിന്റെ തോന്നലാണ്, അതുകൊണ്ട് അവർ നിന്നപ്പോൾ ശരിയാവുന്ന തോന്നിയത് കൊണ്ടാണെന്ന് ലോജിക്കലും നമുക്ക് പറയാമെങ്കിൽ തന്നെയും ഇവർ വന്ന് നിൽക്കുമ്പോൾ ഇവർക്ക് പ്രത്യേകമായിട്ട് അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കണ എന്തോ ഈ സമൂഹത്തിൽ മനുഷ്യൻ നീ ആരാണെന്ന് ചിന്തിക്കടാന്ന് തോന്നിക്കാനാണ്. മനസ്സിലായ? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അവർ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായിട്ട്, നമുക്കൊരിക്കലും അവരുടെ മനസ്സെന്താണെന്ന് നമുക്ക് അറിയില്ല. മാമിന് ഒരു സ്ത്രീയുടെ മനസ്സെന്താണെന്ന് അറിയാം, എനിക്കൊരു പുരുഷന്റെ മനസ്സെന്താണെന്ന് നമുക്കെല്ലാം ഒരു പരിധിവരെ അറിയാം. പക്ഷെ ഒരു ട്രാൻസ്ജെൻഡറിന്റെ മനസ്സെന്താണെന്ന് നമുക്കറിയാൻ പറ്റുകയില്ല. അവരിലൂടെ പോകുന്ന വികാരങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല. നമ്മളെല്ലാം അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ. നമ്മൾ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഫീലിങ്സ് ഉണ്ട്. അവര് പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫീലിങ്സ് എന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മനസ്സിലായ കാര്യം? ഏറ്റവും കൂടുതൽ ദൈവം ആക്ട് ചെയ്യുന്ന ആ ബോഡിയിലാണ്, അവരുടെ ബോഡിയിലാണ്. അപ്പൊ അതിൻ്റെതായ പരിമിതികൾ അവർക്കുണ്ട്. ദൈവം ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുന്ന ശരീരങ്ങൾ, വ്യക്തികളുടെ ആ ശരീരങ്ങളിൽ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ട്. പക്ഷേ അവരിൽ സ്പിരിച്വൽ പവർ കൂടുതലാണ്. പിന്നെ അവരിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ജീവിക്കാനായിട്ട് അവർക്ക് മിക്കവർക്കും 10 രൂപ അവർ ചോദിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അവർ ചോദിക്കുമ്പോൾ കൊടുക്കുക, നമ്മുടെ അടുത്തുള്ളത് കൊടുക്കുക. നമ്മൾ എത്രയോ കാശ് അനാവശ്യമായിട്ട് കളയുന്നു അല്ലേ. അപ്പൊ എനിക്കെല്ലാം ഒരു സന്തോഷം. നമ്മൾ തിരുപ്പതി പോയി കഴിഞ്ഞാൽ, തിരുപ്പതി നമ്മൾ പോകുന്ന ദൈവത്തെ കാണാനായിട്ട് പോകുന്നു, അവിടെ ചിലപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇവർ വരും. അപ്പൊ ചില്ലറ ഇങ്ങനെ കരുതി വെക്കും. ഇവര് പിടിച്ചു പറയുന്നില്ല കേട്ടോ. ചിലർ പറയുന്ന പോലെ ഇതൊന്നുമില്ല. അവര് ചോദിച്ച് ഇല്ല എന്ന് പറഞ്ഞാൽ അവര് പോകും. ഉണ്ടെന്ന് പറഞ്ഞാൽ അവര് ഇത് വാങ്ങിച്ചിട്ട് അവരുടെ ഇത് ഒന്ന് ബ്ലെസ് ചെയ്യും അവര്. മനസ്സിലായി? അപ്പൊ ഞാൻ വിചാരിക്കും ദൈവം നേരിട്ട് വന്നിട്ട് ബ്ലെസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ കുട്ടികളാണെങ്കിലും ആരാണെങ്കിലും ഇവര് വന്നു കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ വെൽ ഡ്രസ്ഡ് നല്ല ഇതായിട്ട്, ചിലര് മോറൽ സൈഡ് ഇതായിട്ട് ചില ഇത് വരുന്നുണ്ട്. പക്ഷെ അതിനും കുറ്റക്കാരും നമ്മുടെ സമൂഹം, നമ്മൾ ഓരോ വ്യക്തികളാണെന്നേ പറയുള്ളൂ. കാര്യം അവരെ ദൈവിക പരിവേഷത്തോടെ കാണേണ്ട അവരെ ഈ ഒരു രീതിയിൽ മാറ്റിയെടുത്തത് ആ ഓരോ വ്യക്തികളാണ്. അതിന്റെ കാർമിക് ബ്ലോക്ക് ഓരോരുത്തർ വാങ്ങിക്കും. പക്ഷെ ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് എന്താണ് ആവശ്യം? ഒരു സമൂഹത്തിൽ വളരെ മാന്യമായിട്ട് ജീവിക്കാനായിട്ട് അല്ലെ. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അത് അവര് വേറൊരു ജനുസ് അല്ല, സാധാരണ ഒരു അച്ഛനും അമ്മയ്ക്കും ജനിക്കുന്ന കുട്ടികളാണ് അല്ലെ. അതൊരു പ്രായം കഴിയുമ്പോഴാണ് ഇവരിൽ വേറൊരു വ്യക്തിത്വമാണെന്ന് മനസ്സിലാകുന്നത്. അവ സമൂഹം തീർച്ചയായിട്ടും അവരെ ഇത് ചെയ്യണം. നമ്മുടെ ഗവൺമെന്റ് അവർക്ക് റിസർവേഷൻ കൊടുക്കണം. എല്ലാ രംഗങ്ങളിലും റിസർവേഷൻ കൊടുത്തു, പറ്റിയെങ്കിൽ പോലീസിൽ തന്നെ. കാര്യം എന്ന് വെച്ചാൽ പോലീസ് സമൂഹത്തിലെ എല്ലാത്തരം ആൾക്കാരുടെയും സംഘവുമാണ്. അപ്പോൾ ഇവര് പുരുഷന്റെ കാര്യവും സ്ത്രീയുടെ കാര്യവും അവർക്ക്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവര് സെൽഫിഷുകളല്ല. അവർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ സെൽഫിഷുകളല്ല. അവർക്ക് അവരുടെ കാര്യം നോക്കണം. അത് ഏത് പൊതുവേദിയിലും അവർ പറയും. മനസ്സിലായി? അവരുടെ പരിമിതങ്ങളാണ് അവരുടെ ആവശ്യങ്ങൾ. അവർക്ക് ഈ സമൂഹത്തിൽ ജീവിച്ചു പോകണം, അവരുടെ വിശപ്പിന് അവർക്ക് കഴിഞ്ഞു പോകണം. പക്ഷെ അവരെ ഈ സമൂഹം എന്താണ്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അത് ഒരു സ്ത്രൈണഭാവത്തോടെ കാണണം, ഒരു ഉപകരണമായിട്ട് കാണണമെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിലെ ചില ആൾക്കാരുണ്ട്. അതുകൊണ്ട് അവർക്ക് ആ വേഷം കെട്ടേണ്ടി വരുന്നു. പക്ഷെ അല്ലെങ്കിൽ അവർക്ക് ഡീസന്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൊടുത്തു. ഇപ്പോ സൊമാറ്റോ, സ്വിഗ്ഗി അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടല്ലോ. ഇന്നിപ്പോ അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ഇവരെ വീട്ടിൽ നിന്ന് പുറത്തിടുക മേഡം. അതെ, ശരിയാണ്. പക്ഷെ അവിടെ ഞാൻ കണ്ടൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് ഇത് റിവീൽ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോഴും ഇവരുടെ ഈ ട്രാൻസ് കമ്മ്യൂണിറ്റിയുടേതായ ഫാമിലീസ് ഉണ്ട്. അവരുടെ അച്ഛൻ, അമ്മ എന്ന് പറയുന്ന ഒരു കുടുംബ സമ്പ്രദായം അവർക്കുണ്ട്. അതിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുവന്ന് സ്വന്തം മക്കളെ പോലെ നോക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ചിലരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ ഇവരെ പുരുഷനാക്കാം അല്ലെങ്കിൽ സ്ത്രീയാക്കാം എന്ന് പറഞ്ഞിട്ട്
എന്താ പറഞ്ഞാൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ടല്ല, അല്ലാണ്ടുള്ള ചില പ്രാകൃത രീതികളിൽ അവര് കടന്നുപോയെന്നുള്ള ചിലരുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. തായമക്കൈ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആചാരങ്ങളൊക്കെ അതൊക്കെ വളരെ ഇന്നത്തെ ഈ കാലത്ത് ഓക്കെ, അവർക്കൊരു പുരുഷനാകണം അല്ലെങ്കിൽ സ്ത്രീ ആകണം, അതിന് അവർ മെന്റലിയും ഫിസിക്കലിയും ഓക്കെ ആണെങ്കിൽ ഓക്കെ, അവർക്ക് മറ്റേ സർജറി ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതിൻ്റെതായ ഹോസ്പിറ്റലിൽ 4-5 ലക്ഷം രൂപയൊക്കെ ചെലവാണെന്ന് പറയുന്നു. അപ്പൊ ഇത് കുറയ്ക്കാനായിട്ട് കുറച്ച് ചെലവ്, കുറച്ച് എന്തോ പ്രാകൃതമായ രീതിയിലൊക്കെ ചെയ്യുന്നു ചിലരുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിലൂടെ അവർ ഭയങ്കര വേദനയിലൂടെ അവർ കടന്നു പോകുന്നു. ഒന്ന് ഇങ്ങനെയാണെന്നുള്ള അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാത്ത സമൂഹത്തിൽ നിന്നുള്ള പ്രതികരണത്തിന്റെ വേദന അല്ലെ. അതോടൊപ്പം ഇങ്ങനത്തെ അവർക്ക് ആ സമൂഹത്തിന് ഞാൻ പുരുഷനാകണം അല്ലെങ്കിൽ സ്ത്രീ ആകണം എന്ന് കണ്ടുകൊണ്ട് അവരുടെ ശ്രമത്തിനെ ചൂഷണം ചെയ്യുന്ന വേറൊരു ഇതിനൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലൊക്കെ, ഗവൺമെന്റ് എന്ന് പറയുന്നത് എന്താ, ഈ പൊതു ആൾക്കാരുടെ ഇത് വെച്ച് ഒരു ഇത് ചെയ്തിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ അങ്ങനെയുള്ളവരെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ട് അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ അവരുടെ എന്താണോ ഇത് കൊടുക്കണം. 2, അവരങ്ങനെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞൊരു ഇത് വന്നു കഴിഞ്ഞാൽ അവരുടെ ഇത് പുരുഷനെന്നും പറയാൻ പറ്റില്ല, സ്ത്രീ എന്നും പറയാൻ പറ്റില്ല. പുരുഷന്മാർക്ക് ഇത് ചെയ്ത കുറെ ജോലികളുണ്ട്, സ്ത്രീകൾക്കുള്ള ജോലികളുണ്ട്, അവർക്ക് പ്രത്യേക ജോലികൾ കൊടുക്കണം. ഒന്നുമില്ല അവർക്ക് ഇങ്ങനെ 2 വീലറെങ്കിലും കുറഞ്ഞ റേറ്റിൽ കൊടുക്കാനായിട്ട് ഗവൺമെന്റ് ശ്രമിച്ചിട്ട് ഒന്നുമില്ല. അവരിങ്ങനെ സ്വിഗ്ഗി സൊമാറ്റോ പോലുള്ള ഇതിനകത്ത് സ്വിഗ്ഗി, അത് ഞാൻ പറഞ്ഞ അങ്ങനത്തെ കുറെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്, അത് വെച്ചിട്ട് അവർ ജീവിക്കട്ടെ, ഒരു മാന്യമായിട്ട് ജീവിക്കട്ടെ. വേറൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് നമുക്ക് പുരുഷന്മാർക്ക് കുറെ ഭയമുണ്ട് അല്ലെ, സ്ത്രീകൾക്ക് ഭയം. അവരുടെ മനസ്സിൽ ഭയം എന്നുള്ള ഒരു വികാരം ഇല്ലാത്തവരാണ്. തോന്നിയിട്ടുണ്ടോ? അവർക്ക് ഏത് പാതിരാത്രിയിലെയും എവിടെയും പോകാൻ ധൈര്യമുള്ളവരാണ്. ഏത് മനുഷ്യനും ഒരു ഭയം എന്നുള്ള വികാരം ഉണ്ടാവും, പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ. പക്ഷെ അവരുടെ ജനുസിൽ അത് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാര്യമൊക്കെ അവരുടെ ആ ബൈ ബർത്തിൽ തന്നെ ദൈവം കുറെ പ്രത്യേക കഴിവുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഈ പ്രകൃതി ആയിരിക്കാം, ദൈവം എന്ന് പറയുന്നൊന്നുമില്ല, പ്രകൃതി ആയിരിക്കാം, യൂണിവേഴ്സ് ആയിരിക്കാം, പക്ഷെ അതൊരു സ്പെഷ്യൽ ഇതാണ്. അപ്പൊ അവരെ പ്രപഞ്ചത്തിന് പുരുഷ സ്ത്രീ ഭേദമില്ല അല്ലെ. ഒരു പ്രപഞ്ചം മനുഷ്യനുണ്ട്, പുരുഷ സ്ത്രീ മനുഷ്യരാണ് എല്ലാവരും. അപ്പോൾ പ്രപഞ്ചത്തിന്റെ ഡയറക്റ്റ് ഉള്ള ഒരു പ്രതിനിധിയാണ് അവരെന്ന് കണ്ടിട്ട് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക. ഈ സമൂഹം നന്ന അവരുടെ ഒരു കാര്യം ഉറപ്പാണ്, അവരെ ആദരിക്കുന്നിടത്ത് സമൂഹം രക്ഷപ്പെടും. അത് സംശയമില്ലാത്ത കാര്യം. ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മളിപ്പോ അനുഗ്രഹത്തെ കുറിച്ച് പറയുന്നതിനൊപ്പം അവര് ശപിച്ചു കഴിഞ്ഞാൽ അത് ഏൽക്കും, അത് ഭയങ്കരമായിട്ടേക്കും. അതുകൊണ്ടാണ് ഇപ്പൊ നോർത്ത് ഇന്ത്യ നോക്കൂ മേഡം, ഒരു കട ഉദ്ഘാടനം ചെയ്യുമ്പോഴൊക്കെ ഇവരെ വിളിക്കുകയാണ് ഇവരുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടി. മനസ്സിലായി? ഇവരുടെ ബ്ലെസ്സിങ്ങിന് വേണ്ടി വിളിക്കുക. അവരുടെ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഒരു അൺകണ്ടീഷണൽ ആയിട്ട് അവരെ വിളിച്ചല്ല, അവരെ വിളിച്ച് അവർക്കൊരു അംഗീകാരം കൊടുക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സ് സന്തോഷിക്കുക. ആ സന്തോഷം വെച്ച് തന്നെ ആ കടകളൊക്കെ അവരിങ്ങനെ വിളിക്കണമെങ്കിൽ ബാക്കിയുള്ളവർക്ക് ആ അനുഭവം ഉള്ളതുകൊണ്ടല്ലേ. കുട്ടികൾക്ക് ആയുസ് കൂടും, കല്യാണം കഴിയുമ്പോൾ ഇവര് ബ്ലെസ് ചെയ്ത് കഴിഞ്ഞാൽ സുദീർഘമായ ദാമ്പത്യ ബന്ധം, സന്താന യോഗമൊക്കെ ഉണ്ടാകുന്നു. ഓരോരുത്തർക്ക് അനുഭവം ഉള്ളപ്പോഴാണ് അവരെ വിളിക്കുന്നത്, ഇല്ലാണ്ട് ആരും ടെസ്റ്റ് ചെയ്യാൻ വിളിക്കില്ലല്ലോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ മഹാരാഷ്ട്ര, ബോംബെ അല്ലെങ്കിൽ ഗുജറാത്ത്, അവരൊക്കെ ഇവരെ ആദരിക്കുന്നതാണ്. ഈ വടക്കേ ഇന്ത്യൻ നഗരങ്ങൾ പലതും ഇവരെ ആദരിക്കുന്ന. അവിടത്തെ നഗരത്തിന്റെ ആ ഒരു ഇത് നടന്നിട്ടില്ല, ഒരു സാമ്പത്തികവും സാമൂഹികമായിട്ടും അവർ ഉയരാനായിട്ട് ഇവരുടെ ബ്ലെസ്സിങ് ഒരു കാരണമല്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? ശരിയാണ്. അവരെ ഒരിക്കലും ഒരു ട്രെയിനിലോ അല്ലെങ്കിൽ ഇതിലൊരു നികൃഷ്ടജീവിയായിട്ട് കാണുകയില്ല. പക്ഷെ നമ്മുടെ ഇവിടെയോ പല ബസ് സ്റ്റോപ്പിലും അല്ലെങ്കിൽ സ്റ്റേഡിയങ്ങളിലും വൈകിട്ട് 7-8 മണിക്ക് ശേഷം അവർക്ക് അടുത്ത ദിവസത്തെ അന്നത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്നു. അത് നമ്മുടെ കേരളം സാക്ഷരത സമ്പന്നത എന്ന് പറയുന്ന കേരളത്തിന്റെ നിരക്ഷരത കാണിക്കുന്നതാണ്. എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നാറുണ്ട് ഇവരിങ്ങനെ നിൽക്കുന്നല്ലോ. കാര്യം പകൽ സമയത്ത് ഇവരാരും വന്ന് ഒരിടത്തും വന്ന് ബാക്കിയുള്ള അടുത്ത് പോകുമ്പോഴത്തേക്ക് അവർ വന്ന് കാശ് ചോദിക്കുന്നുണ്ട് ട്രെയിനിലൊക്കെ. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. പക്ഷെ അവര് ഇരുളിന്റെ മറവ് പറ്റി അവർക്ക് ജീവിക്കേണ്ടി വരുന്നു. ചില പ്രൊഫഷൻ മേക്കപ്പ് അങ്ങനെയൊക്കെ പഠിക്കുന്നവരുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ബഹുമാനത്തോടെ കാണുക. അവര് നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. അവരിലാണ് ദൈവത്തിന്റെ രൂപം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിൽ ദൈവം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നമ്മളെ അനുഗ്രഹിക്കും. പ്രപഞ്ചത്തിന്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ്. ആ ബഹുമാനത്തോടെ അവരെ കാണുക. അപ്പോൾ അങ്ങനെ ഈ സമൂഹത്തിന് അനുഗ്രഹം ചൊരിയുന്ന ട്രാൻസ്ജെൻഡർ ആ അർദ്ധനാരീശ്വരന്മാർക്ക് ഞങ്ങളുടെ നമസ്കാരം.